സാറേ വരൂ. വരൂ സാറേ. സാറേ ഇരിക്കൂ. ഇരിക്കൂ സാർ. അച്ഛാ, ഇത് തോമസ് സാറ്, ഇത് ഷീല മാഡം. നമസ്കാരം. ഇത് അനീഷ്. എനിക്കറിയാലോ, ഞാൻ ഓഫീസിൽ വന്നപ്പോ എല്ലാവരും കണ്ടിരുന്നല്ലോ. സാർ, ഇതമ്മ, അത് ചേച്ചിയാ. ഞാൻ ഇവനോട് പറഞ്ഞതാ പോലീസിനെയും കൊണ്ട് പോകാൻ. ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ പെണ്ണിന്റെ ധൈര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും പേരുണ്ടായിട്ടും ആരും ഒന്ന് പിടിച്ചു മാറ്റിയത് പോലുമില്ല. എന്തൊരാൾക്കാരാ ഈ നാട്ടിലുള്ളത്. അല്ല, ഏതാ പെൺകുട്ടി? ചാരു. ഓ, ചാരു. ചാരുവിന്റെ സിസ്റ്ററിന്റെ മോളാ. ഓ, എന്താ കാര്യം? മെഡിക്കൽ കുട്ടിയാ അവള്. മിനിസ്റ്റർ വരുന്ന ഫംഗ്ഷനിൽ വെച്ച് അവക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഇങ്ങനെയുള്ള മെഡിക്കൽ കുട്ടികളെയായി ഇന്ന് ഈ നാടിന്റെ ആവശ്യം. ഗിഫ്റ്റ് മാത്രം പോരാ, ഒരു സ്വീകരണം കൊടുപ്പിക്കണം. എന്താ സാർ, ഇതിന് മാത്രം ചാരു എന്താ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 10-12 വർഷമായി തട്ടാശ്ശേരി മാർക്കറ്റിലെ ഒരു സിബിച്ചന്റെ കട ഒഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുക. കോടതി നോട്ടീസ് പലതവണ കൊടുത്തിട്ടും അയാൾ അനുസരിക്കുന്നില്ല. കാരണം എന്താ? അയാൾക്ക് പൊളിറ്റിക്സിൽ നല്ല പിടിപാടാ. കട ഒഴിപ്പിക്കാനായി എപ്പോ ചെന്നാലും അയാളുടെ ഗുണ്ടകൾ വന്ന് തടയും. പിന്നെ തടയല് മാത്രമല്ല, പൊരിഞ്ഞ തല്ലും ഉണ്ടായിരുന്നു. ഒടുവിൽ കടയടപ്പിച്ച് ഷട്ടറും പൂട്ടി ഷോപ്പിന്റെ താക്കോല് സാറിന്റെ കൈ കൊണ്ട് കൊടുത്തു ആ പെൺകുട്ടി. എന്തായാലും മാഷേ, ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനം ആ കുട്ടി കാത്തത്. മാഷേ, എന്നാ പിന്നെ